നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഇന്നലെ നമ്മൾ പരിപാടി തുടങ്ങി അത് നിമിഷം കഴിഞ്ഞപ്പോൾ നെറ്റ് ഓഫായിട്ട് വലിയ നടത്താൻ പറ്റില്ല. ആദ്യമായിട്ട് നമ്മൾ ക്ഷമ ചോദിക്കും. മറ്റൊന്ന് 25 വർഷക്കാലം മദീനയിൽ വാങ്കുവിളി വിളിച്ചു നമ്മളതിൽ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഖബറിനെ വീതി സ്ഥലം കൊടുക്കണമെന്നുള്ള അവരോട് ദുആ ചെയ്യുക. മറ്റു ലോകാത്ഭുതം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ 7 അത്ഭുതങ്ങളിലാണ്. 8ാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് നല്ല 1ാമത്തെ അത്ഭുതം എന്ന് പറയുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു. അത് മറ്റൊന്നുമില്ല, സ്വിറ്റ്സർലൻഡിൽ വയറില്ലാതെ ആകാശമാർഗം എയറിൽ കൂടി കറണ്ട് കണക്ഷൻ കൊടുത്തു തുടങ്ങി എന്നൊരു വാർത്ത ഉണ്ട്. ഇപ്പോൾ പല വാർത്തകളും ഫേക്കാകണമെന്ന് പറയുന്നുണ്ട്. ഈ ഫേക്കാണെന്ന് അറിയില്ല. പക്ഷേ ഇതിൻ്റെ വിഷയത്തെക്കുറിച്ചൊന്നും ഒരു ചാനൽ ചർച്ച ചെയ്തിട്ടൊന്നും അറിയുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട് എങ്കിൽ അത് യാഥാർത്ഥ്യമാണെങ്കിൽ എത്ര വലിയ പരിഷ്കാരമാണ്, എത്ര വലിയ നേട്ടമാണത്. വിശ്വസിക്കാൻ പറ്റും. താജ്മഹൽ ഉണ്ടാക്കി പോലും അല്ലെങ്കിൽ ചൈന വൻമതിൽ പോലും ഒന്നും അല്ലല്ലോ ഇത്. വളരെ സങ്കീർണമായ പ്രക്രിയ, വർഷങ്ങളുടെ അധ്വാനം പഠനമാണ് നടത്തിയത്. അപ്പോൾ ഏതായാലും വയറില്ലാതെ നമുക്ക് വീട്ടിൽ കറണ്ട് ഉപയോഗിക്കാം എന്ന് അനുഭവത്തിൽ കൂടി സ്വിറ്റ്സർലൻഡ് തെളിയിച്ചു എന്ന് പറയുന്നത്. ആ ഒരു പ്രവൃത്തിക്ക് നമ്മൾ അങ്ങേയറ്റം അനുമോദനം അല്ലെങ്കിൽ ആശംസ അർപ്പിക്കുന്നു, സന്തോഷിക്കുന്നു. മറ്റൊന്ന്, അബ്ദുൾകുട്ടി ഇപ്പം BJP-യിലാണ്. ഇപ്പം നമ്മുടെ KPCCയുടെ മുൻ പ്രസിഡന്റ് പറഞ്ഞ പോലെ RSS പോകില്ലെന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ BJP പോകില്ലെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ കണ്ടി നമ്മൾ BJPക്ക് അനുകൂലമല്ല. അതുകൊണ്ട് പറയാണ്, അബ്ദുൾകുട്ടി ഒരു പരാതി പറഞ്ഞു. ഹജ്ജിൻ്റെ വേളയിൽ മുസ്ലിങ്ങൾക്ക് ഓടി വരും, മറ്റ് ജാതിക്കാരും വരും. പക്ഷേ ഭാരതപ്പൂരിൽ നടത്തിയ ആ പരിപാടിക്ക് ആരും അങ്ങനെ ഓടിയെത്തിയില്ലെന്ന്. അതൊരു സമുദായ സംഘടന നടത്തിയ സംഗതി തെറ്റില്ല. പക്ഷേ അത് ഹിന്ദു സമുദായം ചെയ്തതല്ല, അത് RSSൻ്റെ കെയർ ഓഫ് നടക്കുന്നതാണ്. RSSൻ്റെ കെയർ ഓഫ് നടക്കുന്ന ഒരു മതപ്രചരണത്തിൽ എല്ലാ ഹിന്ദുക്കളും വരുന്നില്ല. അത് ഹിന്ദു സമുദായങ്ങൾ നടത്തുക, ഹിന്ദു സന്യാസികൾ നടത്തുക പരിപാടി. അത് എല്ലാവരും, ഹിന്ദുക്കൾ മാത്രമല്ല, എല്ലാ ജാതിക്കാരും. അതാണ് കാരണം. മറ്റൊരു, മാറ്റങ്ങൾക്ക് വിധേയമായി ഇന്ത്യ. 2 കാര്യം പറഞ്ഞു നമുക്ക് വിഷയത്തിൽ കിടക്കാം. അത് ഒന്ന്, വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നപ്പോൾ ലാലു പ്രസാദ്, അന്ന് മുലായം, മായാവതിയൊക്കെ ഘോരഘോരം എതിർത്തു. കോൺഗ്രസ് കൊണ്ടുവന്നപ്പോൾ എന്താണ്, വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നെങ്കിൽ അതിൽ പിന്നോക്ക സംവരണം വേണം, വനിതാ സംവരണം വേണം എന്ന് പറഞ്ഞതിൻ്റെ ബില്ല് പാസ്സാക്കാതെ പോയി. ഒരു ചർച്ചയില്ലാതെ BJP ഇത് പാസ്സാക്കിയിട്ടത്. ശരി തെറ്റല്ലേ പറഞ്ഞത്, മാറ്റം ചൂണ്ടിക്കാണിക്കുകയാണ്. ബുദ്ധിയില്ലേ നമുക്കൊക്കെ. എവിടെ എത്തി അവിടെ ഇന്നത്തെ ഇന്ത്യ. മറ്റൊന്ന്, വന്ദേമാതരം അങ്ങനെ ചെല്ലാൻ പാടില്ല. മാതാവിനെ വന്ദിക്കുകയല്ല, മുസൽമാനെ സംബന്ധിച്ച് അത് അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞ് സേട്ട് ഇസ്ലാമിയെ പോലുള്ള മുസ്ലിം ലീഡേഴ്സൊക്കെ എതിർത്തു. ഇന്ന് വന്ദേമാതരം ബില്ലെന്ന് പാസ്സാക്കിയാൽ നിങ്ങൾ ഒരു എതിർപ്പ് ഒന്നില്ല. ഞങ്ങളെപ്പോലെ പറയുന്നത് വന്ദേമാതരം പാടിക്കോട്ടെ, അല്ലാത്തൊരു പാടണ്ട. അപ്പോൾ നിങ്ങളുടെ സദസ്സിൽ വന്ദേമാതരം പാടാണെങ്കിൽ നിങ്ങൾ ആ വിശ്വാസത്തിൽ യോജിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിശബ്ദമായിട്ട് എന്താ മതി. ഇപ്പോൾ മമ്മൂട്ടിയൊക്കെ ഏതൊരു ഹിന്ദു കഥാപാത്രം അമ്പലത്തിലൊക്കെ തൊഴിലാളി കാണിക്കില്ലേ, അത് അവർ അഭിനയമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ലെങ്കിൽ ആത്മാർത്ഥം നിങ്ങൾ മനസ്സോട്ട് വിചാരിക്കണ്ട, ചെയ്തോട്ടെ. അതൊക്കെ ഒരു വിഷയമാക്കി എടുക്കണോ? ഞാൻ എതിർപോലത്തല്ല. അതിന് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഇന്ത്യയിൽ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ. ഹിന്ദു രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇന്ത്യ മഹാരാജ്യം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും. ഏതായാലും എൻ്റെ ഈ സംഭാഷണം ഈ ചാനൽ തുടങ്ങിയിട്ടിപ്പോൾ 4-5 വർഷമായി. 18-ലാണ്. അപ്പോൾ എത്ര വർഷമായി? 2340 എപ്പിസോഡ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് കഴിയുകയും ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ ഈ വാക്കുകൾ വെറുതെ കേട്ട് മോളിൽ പോകാണെന്ന് അറിയാൻ വേണ്ടി ഇന്നലെ ഞാനൊരു ടെസ്റ്റ് നടത്തി. ആ ടെസ്റ്റ് മറ്റൊന്നുമില്ല, ഇതാണ്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFന് 10 സീറ്റാണുള്ളത്. പക്ഷേ ഭരിക്കണമെങ്കിൽ 51 സീറ്റ് വേണം. അപ്പോൾ 41 സീറ്റ് കൂടി വേണം. അത് BJPയിൽ നിന്ന് ഒരു സീറ്റ് കിട്ടില്ല, മാത്രമല്ല 10-15 സീറ്റിലും BJP കൊണ്ടുപോകും. പിന്നെ ഇടതുപക്ഷ 40 സീറ്റ് എടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഒരു കാരണവശാലും
UDF അവിടെ എത്ര ശ്രമിച്ചാലും തിരുവനന്തപുരം ജില്ലയിൽ UDF കോർപ്പറേഷൻ ഭരിക്കാൻ പറ്റില്ല. പക്ഷേ 10 സീറ്റ് 20 സീറ്റ് പിടിച്ചെടുത്ത് മുരളി സഖാവിൻ്റെ ഒക്കെ സംഭവമായിട്ട് അതൊക്കെ നിസ്സാര കാര്യമൊന്നുമില്ല. ഇരട്ടി സീറ്റ് നേടാതുള്ള നിസ്സാര കാര്യമല്ല. അപ്പം അതുപോലെ കേരളത്തിൽ 42 സീറ്റാണ് ഇപ്പോൾ UDFിനുള്ളത്. ബാക്കി 98 സീറ്റ് LDFിനാണ്. BJPക്കൊന്നുമില്ലല്ലോ. ആ 42 സീറ്റ് നിലനിർത്തുന്നതിനൊപ്പം തന്നെ 38 സീറ്റ് കൂടി ജയിച്ചെടുത്താലേ ഏതായാലും 80 സീറ്റ് കിട്ടുള്ളൂ. 80 സീറ്റിൽ വേണ്ടി നമുക്ക് ഭരിക്കാൻ പറ്റുള്ളൂ. വെറും 71 ഭരിക്കാം. പക്ഷെ അതൊക്കെ എപ്പോൾ വേണമെങ്കിലും കിണ്ണത്തിൻ്റെ പക്കത്തിരിക്കുക, കടുക് പോലെ എന്ന് പറയും, എപ്പോൾ വേണമെങ്കിലും പോകാം. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കണമെന്നേ പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ സംഭാഷണങ്ങളും മുസ്ലിം സമുദായത്തിലെ ബുദ്ധിജീവികളും മറ്റ് ഇതര സമുദായ ബുദ്ധിജീവികളും എന്നെ ഏതാണ്ട് കുറ്റപ്പെടുത്തി, അല്ലെങ്കിലും അത്ര തൃപ്തിയല്ലാത്ത മറുപടി. എന്താ കാരണം അറിയുമോ? എനിക്കതറിയാം. ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എൻ്റെ വിഷയം അറിയാൻ വേണ്ടി ഒരു ടെസ്റ്റ് ചെയ്യാം. ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണല്ലോ. ആ ടെസ്റ്റ് എന്നറിയോ? തിരുവനന്തപുരം ജില്ലയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 10-12% മുസ്ലിങ്ങളുള്ളൂ. മറിച്ച് കേരളത്തിൽ പ്രതിപാലക്ക് 40% മുസ്ലിം. 12% മുസ്ലിങ്ങളെടുത്ത് UDFിൻ്റെ അത് വിജയിക്കാതെ പോയി എന്ന് വിചാരിച്ച് 40% മുസ്ലിങ്ങളെടുത്ത് വിജയിക്കാതിരിക്കുന്നില്ല. വിജയിക്കാം. ആ 40%-ൽ 97% വോട്ടും UDFിനോടൊക്കെ തീരുമാനിച്ചിരിക്കുക, ആരെന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ അത് പബ്ലിക്കിന് ഞാനതിൽ കാണിച്ച ഒരു അപാകത അല്ലെങ്കിൽ അശ്രദ്ധ പബ്ലിക് അത് കണ്ടുപിടിച്ച് എന്നെ അറിയിച്ചു. എനിക്കത് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്, വളരെ ആത്മാഭിമാനമുണ്ട്. കാരണം എൻ്റെ ഈ സംഭാഷണം എല്ലാം വെറുതെ കേട്ട് പോകല്ല, ബുദ്ധിജീവികൾ സ്റ്റഡി ചെയ്യുന്നുണ്ടെന്നുള്ളൂ. കാരണം മുഖ്യമന്ത്രിയുടെ PA മുമ്പിലൊക്കെ ഇത് പോകുന്നു. ഇത് നിസ്സാര കാര്യത്തിൽ ലോകം മുഴുവൻ പോകുന്നു. മാത്രമല്ല കേരളത്തിൽ പ്രധാനമന്ത്രി ഓഫീസിൽ പോകുന്നുണ്ട്. നമ്മൾ സുതാര്യമായിട്ട് പറഞ്ഞല്ലോ, അത് പറയും, ഇത് നമ്മൾ പറയുന്നില്ല. അപ്പോൾ അതാണ് അവസ്ഥ. അതിൽ വേറൊരു കാര്യം നീ പറയാം. ഈ വോട്ടിംഗ് പാറ്റേൺ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെള്ളാപ്പള്ളി നടേശനും പിന്നീട് NSS ആൾക്ക് പറയുന്നത് അത് സ്വാഭാവികമായിട്ട് പറയാം, ഒരു സമുദായ സംഘടനയാണ്. പക്ഷേ CPIയുടെ നേതാവ് എന്ന സംസ്ഥാന ലീഡർ എന്ന് പറയുന്ന ജയശങ്കർ വക്കീൽ എപ്പോഴും പറയുന്ന ഒരു ആരോപണമല്ല, ഒരു മറ്റുള്ള സമുദായത്തിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ വിരട്ടുന്ന അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന ഒരു കഥ പറയുന്നുണ്ട്. ആ കഥയുടെ ഉത്തരം ഞാൻ ജയശങ്കർ വക്കീലോട് പറയുകയാണ്. നിങ്ങൾ കേൾക്കണം, നിങ്ങൾ കേട്ടത് നിങ്ങൾ പറയും. ജയശങ്കർ വക്കീലെ, നമുക്ക് ആ കണക്കൊന്ന് നോക്കാം. നിങ്ങൾ വിരട്ടുന്നതിലും UDFിനെ കൊച്ചാക്കുന്നതിലും വലിയ കാര്യമൊന്നും നോക്കാമല്ലോ. നോക്കട്ടെ. 23% ഇവിടെ 7 പ്രബല ഹിന്ദുവൊന്നും മതം ഇല്ലെന്നൊക്കെ പറഞ്ഞില്ല. പ്രബല മതം ഒരു സമുദായമാണ് SNDP എന്നാണ്. ഗുരുദേവൻ്റെ ചിന്തയൊക്കെ മാറിപ്പോയില്ല. ഇപ്പോൾ 7 ആയല്ലോ. 23% 80% മുകളിൽ കഴിഞ്ഞ ഇലക്ഷൻ വരെ 80% വോട്ട് LDF കൊടുത്തുകൊണ്ടിരുന്നത്. ഇത്തവണ അതൊരു 90% ആകും. 90% ആകുമ്പോൾ ഏതാണ്ട് 19% വോട്ട് LDF കിട്ടും. അല്ലെങ്കിൽ LDF 10% വോട്ടേ കിട്ടും. ജയശങ്കർ വക്കീലിനോട് പ്രത്യേകം പറയാം, എടുത്തു പറയാം. ഞാൻ ഇപ്പോൾ എൻ്റെ നേതാവ് ഗുരുവായിട്ട് അംഗീകരിക്കുന്ന ആളെ ഞാൻ കുറ്റപ്പെടുത്തല്ല, വിരട്ടാൻ പാടില്ല മാത്രം. പിന്നെ നായർ സമുദായം 9%. അതിൽ 60% കൂടുതലും സംഘപരിവാരം അല്ലെങ്കിൽ BJPക്കാണ്. അത് ഇത്തവണ ചിലപ്പോൾ 70% പോയേക്കാം. കാരണം എല്ലാ ചാനലും പറഞ്ഞു ഈഴവന് വോട്ട്, നായർ വോട്ട് എല്ലാം BJPക്ക്, മുസ്ലിം വോട്ട് കോൺഗ്രസ്സിന്, ക്രിസ്ത്യൻ വോട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല എന്നൊരു സംശയം വെച്ചു. ഒരു ചോദ്യത്തിനാണ് വിരട്ടുണ്ട് കേട്ടോ, അതൊക്കെ പറയണം. ഈ 9%-ൽ 6% കൂടുതൽ BJP പോയി 3%. ആ 3% മുഴുവൻ LDF കിട്ടൂലല്ലോ. കിട്ടുമോ? പകുതിയായിട്ട് പകുതി നോക്ക്. അപ്പോൾ ഏതാണ്ട് കുറച്ച് 1.5% കിട്ടുള്ളൂ. പിന്നെയുള്ളത് ദളിതുകൾ 10%. അതിലായിട്ട് 60% വോട്ടും ആർക്കാണ്? LDFിനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറിയ വ്യത്യാസം. 6% കൂടുതൽ പോകും, ബാക്കി ഒരു നിസ്സാരം കിട്ടുള്ളൂ. പിന്നെ ധീവരന്മാരൊക്കെയാണ് 1%. പിന്നെ ഉള്ള ക്രിസ്ത്യൻ സമുദായത്തിൽ 15% എന്ന് പറഞ്ഞാൽ ഒരു 3% LDFിനും 2%
BJPക്കും ബാക്കി ഒരു 10% കോൺഗ്രസ് തന്നെയാണ്. ഈ സിസ്റ്റമൊക്കെ വെച്ച് നോക്കുമ്പോഴും LDF കിട്ടാൻ സാധ്യതയുള്ള വോട്ട് എന്ന് പറയുന്നത് 49, 32 അത്ര ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല. പിന്നെ അപ്പം അങ്ങനെ വരുമ്പോൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുഴുവൻ യോജിച്ച് സംഘപരിവാറിനെ അല്ലെങ്കിൽ ഇത്തവണ LDF ജയിപ്പിക്കാൻ വേണ്ടി UDF തോൽപ്പിക്കാൻ വേണ്ടി, UDF തോൽപ്പിക്കാൻ മൊത്തം വൈരാഗ്യം മുസ്ലിം ലീഗിൻ്റെ ഉദ്ദേശമാണല്ലോ, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ ഒതുക്കാൻ വേണ്ടിയാണല്ലോ. അങ്ങനെ ഒരു കളി കളിച്ച് അതും വിജയിക്കാൻ പോകുന്നില്ല ജയൻ സംഘമിക്കലേ. ഇത് കണക്ക് ഉദ്ദേശിച്ചില്ലേ? ഇനി പേഴ്സണൽ കണ്ടാൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് പറയാം. തന്നെയല്ല, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും യോജിപ്പിച്ച് മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുക എന്നുള്ള വലിയൊരു അജണ്ട ഉണ്ട് സംഘപരിവാറിൻ്റെയും കാസ്റ്റിയുടെയും കോസ്റ്റിയുടെയൊക്കെ. അത് ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളെല്ലാം ചോറിൽ നിന്ന് വളർന്നവരല്ലേ. ഈ കേരള കൗമുദി ഒരു ചാനലിൽ ഒരു പരിപാടി കുറേ നാൾ 2-3 വർഷമായി തോന്നുന്നത്, അളിയൻസ് ബൈ അളിയൻസ് എന്നാണ്. അതിൽ ഹിന്ദു വിഭാഗം ക്രിസ്ത്യൻ വിഭാഗം യോജിച്ച് അങ്ങനെ ആളുകൾ കല്യാണം കഴിച്ച ഒരു സംഭവമാണ്. അവിടെ പറയുമ്പോൾ കേവലം ഒരു സീരിയലാണെങ്കിലും ആ സീരിയലിൻ്റെ ഉള്ളിലുള്ള ലക്ഷ്യം, ഗൂഢതന്ത്രം എത്ര വലുതാണെന്നറിയുമോ? കാരണം കൗമുദിയുടെ ആൾക്കാണ് ആ BJP RSSൽ വന്ന് പുതിയ ചാനൽ ABC ചാനൽ തുടങ്ങിയത്. നമ്മൾ എൻ്റെ ലിസ്റ്റ് എൻ്റെ പേര് മുഴുവൻ കൗമുദി ഒഴിവാക്കിയെന്ന് കാരണം ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി. മൊയ്തീൻ ഷാദുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെ ഒരുമിച്ചിട്ട് മുസ്ലിങ്ങളെ മൊത്തത്തിൽ ഒഴിവാക്കുക, തകർക്കുക എന്നുള്ള ഗൂഢോദ്ദേശം ഉണ്ടെന്നൊക്കെ വേണ്ടി മാത്യു സാമിൽ പറഞ്ഞ്, ആ മാത്യു സാമിൽ ഇപ്പം തിരുത്തി പറഞ്ഞു തുടങ്ങി കേട്ടോ. ജയശങ്കർ ഒരിക്കലും പാടില്ല. അങ്ങനെ തുമ്മിയ പോകുന്ന മൂക്കളി പോകട്ടെ ജയശങ്കർ ഒരിക്കലേ. അങ്ങനെ നിങ്ങളെല്ലാം യോജിച്ചിട്ട് UDFനെയും മുസ്ലിങ്ങളെയും ഒതുക്കാൻ നോക്കുകയാണെങ്കിൽ അതാണ് ലക്ഷ്യങ്ങൾ അനുഭവിക്കണം. ഇപ്പോൾ മുല ചാടി എന്നിട്ട് വയറ് താങ്ങും, അല്ലാതെ ഒരു കോലു തീർത്താൻ പറ്റുമോ? അതുപോലെയാണ് സംഭവിക്കാതിരിക്കും. പക്ഷെ അതൊന്നും അല്ല ജയശങ്കർ, അതൊന്നും നല്ല കാര്യം. ഞാൻ പറഞ്ഞ കണക്കുകൾ ഉദ്ദേശമാണല്ലോ. ആ നിലക്ക് മുഴുവൻ ശതമാനം യോജിച്ച് നിന്നാലും 36 പോയിട്ട് 49 കിട്ടുന്നത്. ഒരു 36% വോട്ട് LDF കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ പല ചാനൽ കണക്കെല്ലാം പറയുന്നത് 1%, 1% വ്യത്യാസമുള്ളൂ LDF UDF തമ്മിലാണ്. അതും നല്ല കണക്ക്. ഇത്തവണത്തെ ഇലക്ഷനിൽ 36% വരുന്നത്. ബാക്കി 49% UDFിൽ വരും. ഒരു കാരണവശാലും UDF അധികാരത്തിൽ വരാതിരിക്കുന്ന കാര്യമില്ല. പിന്നെ BJPക്ക് ഒരു 15%. അപ്പോൾ അങ്ങനെയാണ് 100% കണക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് ഹിന്ദു ക്രിസ്ത്യൻ യോജിപ്പുണ്ടാക്കി മുസ്ലിം സമുദായത്തെയും ലീഗിനെയും തദ്വാര UDFനെയും തകർക്കുക എന്നുള്ള ജയശങ്കർ വക്കീലിനെ അതുപോലെ സംഘി പരിവാറിൻ്റെയൊക്കെ ആഗ്രഹങ്ങൾക്ക് മനസ്സിരിക്കുള്ളൂ. അതൊന്നും വില പോവില്ല. കാരണം കേരള ജനത അത്ര പ്രബുദ്ധരാണ്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ആ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ തെളിവ് ഇന്നലെ ഞാൻ സാമ്പിൾ ടെസ്റ്റ് നടത്തിയാണ്. ഞാൻ ട്രിവാൻഡ്രത്തെ ഉദാഹരണം പറഞ്ഞു, കേരളത്തിൽ ഉദാഹരണം പറഞ്ഞു. അവരത് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു നോ 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 അങ്ങനെയല്ല ഷാ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ല ഷാസാന്ന് പറഞ്ഞു, ഷാ ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട്, ഹൈസാബെന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ എല്ലാം പല നേരം പറയുന്നവരുണ്ട്. അങ്ങനെ അത് എനിക്കത് മനസ്സിലായി. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങളുടെ ഒരു ചെറിയ പരീക്ഷ, നിങ്ങളുടെ ചിന്ത ഒന്ന് അളന്നതിൽ ക്ഷമിക്കണം. എനിക്ക് ബോധ്യം വരാൻ വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തവണ UDF അധികാരത്തിൽ വരാതിരിക്കേണ്ട ഒരു കാര്യം, ഏത് കാര്യം. പിന്നെ ശക്തമായ ഈ ഇരട്ടി ബലത്തിന് അഭ്യാസമാകുമ്പോൾ ശക്തമായ ഒരു അട്ടിമറി ഏത് നിലക്ക് നടക്കുകയാണെങ്കിൽ, ഏതൊക്കെ ഞാൻ പറയുന്നില്ല, പല സംസ്ഥാനം നടക്കുകയാണെങ്കിൽ ഇതൊന്നും ബാധകമല്ല. അതായത് ഇരട്ടി ബലത്തിന് അഭ്യാസം ഇല്ല എന്ന് പറയുമ്പോൾ ഇത് ബാധകമല്ല. എങ്കിലും സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ആ പക്ഷേക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ആ പക്ഷെ എന്താണ് എന്ന് വിചാരിച്ച് UDF നേതാക്കളോ ഇവിടെ അണികളോ പ്രവർത്തകരോ അലസത കാണിക്കരുത്. പിന്നെ അമിതമായ കോൺഫിഡൻസ് വിശ്വാസം എടുക്കരുത്. ശരിക്കും ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഫൈറ്റ് ചെയ്യണം. ആ ഫൈറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞതിലെ 42 സീറ്റ് ബാക്കി 38 സീറ്റ് കൂടി പിടിക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം. അല്ലെങ്കിൽ ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാജൻ്റെ BJP നേതാവ് മഹാജൻ്റെ പ്രസ്താവന വന്ന് ലോകം മുഴുവൻ പരസ്യം കൊടുത്ത് പേപ്പറിൽ വന്ന് അവസാനം വോട്ടുണ്ട് ഇപ്പോഴും വാജ്പേയി തോറ്റുപോയി. അപ്പം അങ്ങനെ അമിതമായ വിശ്വാസം, ഓവർ കോൺഫിഡൻസ് ആവശ്യമില്ലാത്ത അപകടമാണ് ചെയ്യണം. ഇനി നമ്മുടെ ഈ സീറ്റ് പങ്കിടുമ്പോഴേ എന്നല്ല പറഞ്ഞല്ലോ, കേരളത്തിൽ 40% മുസ്ലിം, 40 അല്പം കുറച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ BJP ഉള്ള മുസ്ലിങ്ങളിൽ UDFിൽ 11 കക്ഷികളുണ്ട്. ഇപ്പോൾ അൻവറും
മറ്റ് ജാനുകൂടി വന്ന് 11 കക്ഷികളുണ്ട്. അതിൽ മുസ്ലിം ലീഗ് ഒഴിച്ച് ബാക്കി ഒരു കക്ഷികളിലും ലീഡർ മുസ്ലിം ആയിരുന്നില്ല. പക്ഷെ ഈ അടുത്ത കാലത്ത് അൻവർ വന്നപ്പോൾ വേണ്ടി ഞാൻ ചെറിയൊരു മാറ്റം വരാം. പക്ഷെ അൻവർ ഇപ്പോൾ ഒരു ദേശീയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയോ അല്ല. അങ്ങനെ ആ പോരായ്മ പരിഹരിക്കാൻ കൂടി വേണ്ടിയാണ് മൊയ്തീൻ ഷായോട് ജനതാദൾ എന്ന് പറയുന്ന നാഷണലിസ്റ്റ് എന്ന ചെറിയ പാർട്ടി നിങ്ങൾ UDF സപ്പോർട്ട് ചെയ്യും, UDF നിങ്ങളെ ഘടകകക്ഷിയായിട്ടല്ല ക്ഷണിതാവായിട്ട് ക്ഷണിക്കുകയും ചെയ്താൽ അത് ഞങ്ങൾ പുറത്ത് നിൽക്കുന്ന സമുദായത്തിലും അല്ല സമുദായ സ്ത്രീകൾക്കും സമുദായം അല്ലാത്ത മുസ്ലിം സഹോദരങ്ങൾക്കും അതൊരു ആശ്വാസമാകും, ഒരു ശക്തിയാകും, UDF ശക്തിയാകും എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഫലമായിട്ട് കൂടിയാണ് ഞങ്ങളിപ്പോൾ ഔദ്യോഗികമായി UDF പിന്തുണ കൊടുത്ത് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നാളത്തെ പത്രസമ്മേളനത്തിൽ അതെല്ലാം വിശദമായിട്ട് പറയും. ഇന്നാണ് പത്രസമ്മേളനം നടത്താൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്ന് ചില കാരണവശാൽ ഇന്നലെ ഹർത്താലൊക്കെയല്ലേ, നാളെ മാറ്റിയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ 40% വരുന്ന മുസ്ലിം സമുദായത്തിൽ 37% കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ UDF വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ 100 വോട്ട് ചെയ്യുമ്പോൾ 37 വോട്ടും മുസ്ലിങ്ങളെ കിട്ടും. ഇവിടെ ആകെ ജയിക്കുന്നത് 37% മതി. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ 46% എന്ന് പറഞ്ഞത്, 49% എന്ന് പറഞ്ഞത്. 39 പോയിട്ട് ബാക്കി വെറും 11%, 37 പോയിട്ട് 12% വോട്ട് കിട്ടിയാൽ മതി. അപ്പോൾ 49% കിട്ടും. ഇത് ജയിക്കുക 12% നല്ല നിങ്ങൾക്കറിയാമല്ലോ. ബാക്കിയുള്ള 60% എങ്ങനെ വന്ന് 20% കൂടെ വോട്ട് കിട്ടും. അപ്പം ജയം സുരക്ഷമാണ്. പക്ഷെ നമ്മൾ അലസ കാണിക്കരുത്. ഇത് ചിന്തിക്കേണ്ട ചില പോയിന്റുകൾ ഞാൻ UDF നേതാക്കളോട് പറയാം. ഒന്ന്, ജാനു മാഡം മുന്നണിയിൽ വന്നപ്പോഴേ സീറ്റില്ല എന്ന് UDF നേതാക്കൾ പറഞ്ഞു. അത് തെറ്റൊന്നുമല്ല, അവർ പറയുന്നൊരു കാര്യമുണ്ട്. എങ്കിലും ഇന്നലെ ഒരു അംബേദ്കറിസ്റ്റ് ഒരാൾ പറഞ്ഞു ഇങ്ങനെ UDF വന്നിട്ട് പോലും ജാനുവൊന്നും രക്ഷയില്ല, KPCC ജാനുവിനെ താഴ്ന്നു, ഇപ്പോൾ AICC കാണാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ 2 സീറ്റാണ് കേരളത്തിൽ ആദിവാസികൾ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബിനുള്ളു, പട്ടികവർഗത്തുള്ളു. ബാക്കി 12 ബാക്കിയാണ് പിന്നെ 14 സീറ്റ് മറ്റാണ് ഇത് ഷെഡ്യൂൾ കാസ്റ്റ് പുലവിഭാഗങ്ങൾക്കുള്ളത്. അപ്പോൾ ഈ 2 സീറ്റ് ഉള്ളപ്പോൾ ഞാൻ ഒരു മുന്നണിയിലേക്ക് വന്നൊരു പാർട്ടി എന്ന നിലയിൽ ഒരു സീറ്റ് കോൺഗ്രസ്സിലെ പഴയ കോൺഗ്രസ്സിലെ അറുതിൽ കൊടുക്കുകയും ബാക്കി ഒരു സീറ്റ് ജാനിന് പോലും കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുക എന്ന് അത് തെറ്റില്ല. സീറ്റ് കൊടുത്ത് ഇപ്പോഴത്തെ അവസ്ഥയിൽ UDF ക്ഷീണം ചെറ്റും എന്ന് UDF നേതാക്കൾ പറയുന്നതിന് യാതൊരു തെറ്റുമില്ല. അത് 100% കറക്റ്റാണ്. പക്ഷെ കറക്റ്റിന് കൂടുതൽ കറക്റ്റ് പറയേ ശരി, കൂടുതൽ ശരി. ആ കൂടുതൽ ശരി എന്നെടുക്കുമ്പോൾ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ അദ്ദേഹം അവിടെ അപ്രസക്തമായ പാർട്ടികൾ പോലും സ്ഥാനം കൊടുത്ത് സീറ്റ് കൊടുത്ത് ജയിപ്പിച്ചെടുത്തിട്ടുണ്ട്. വാസ്തവത്തിൽ അവിടെ കൊടുക്കേണ്ട ആവശ്യം സ്റ്റാലിൻ ഇല്ല. സ്റ്റാലിൻ വലിപ്പം വെച്ച് നോക്കുമ്പോൾ എങ്കിലും സഹകരിക്കുക എന്നുള്ള ആ മാനുഷിക മൂല്യം എന്ന നിലയിൽ സഹകരണാനുഭവം എന്ന നിലയിൽ കൊടുത്തു. അതുപോലെ ജാനുവിനെ പോലുള്ളവർക്ക് കൊടുക്കാം. പിന്നെ ഒരു സീറ്റ് മുന്നണി കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് പിന്നെ അപ്പർ കാസ്റ്റ് ഉണ്ടല്ല, ആ പേരൊക്കെ പേരുകൾ ഉച്ചരിക്കാൻ പറ്റില്ല. 100 വർഷമായിട്ട് ആ പേരുകൾ കൃത്യമാണ് വരുന്നില്ല. പിന്നെ അത് തുടങ്ങിയ പാർട്ടി ഫോർവേഡ് ബ്ലോക്കിൻ്റെ കാര്യവും ഒരു പരങ്ങളിലാണ്. അപ്പോൾ അവരെ നിങ്ങൾ UDF നേതാക്കൾ നിരാശപ്പെടുത്തരുത്. കാരണം 100 നമ്മുടെ ഗ്രൂപ്പ് പറയുന്നത് 140 സീറ്റിൽ എങ്ങനെ വന്നാൽ 100 സീറ്റല്ലേ കിട്ടുള്ളൂ. 40 സീറ്റ് എങ്ങനെയും പോകും, ഉറപ്പാണ്. അല്ലെങ്കിൽ 30 സീറ്റ് എങ്ങനെയും പോകും. ആ 30 സീറ്റ് ഒരിക്കലും സാധ്യമില്ലാത്ത ആ 30 സീറ്റിൽ ഏതെങ്കിലും ഒരു 2 സീറ്റിൽ ഒരു കണ്ടൂർ കൊടുത്താൽ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ കണ്ടീഷൻ കൊടുത്താൽ ജയിച്ചെടുക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് ആ 2 സീറ്റ് 30 സീറ്റിൽ 2 സീറ്റിൽ അവർ കൊടുത്താൽ അവരെ കൂടെ നിർത്തി സന്തോഷിപ്പിക്കാമല്ലോ. അതൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ, അതല്ലേ അമിക്കബിൾ സെറ്റിൽമെൻറ്റ്. കാരണം നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രസ്ഥാനത്തെ ഉൾക്കൊള്ളുകയും ആ പ്രസ്ഥാനത്തെ നമ്മൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ നേതാവാകുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് പോകും. ആ നിലത്ത് ചിന്തിക്കാം. അപ്പം ഞാൻ പറഞ്ഞ വേറെ പോയിട്ട് പറഞ്ഞാൽ നിർത്താണ്, അത് മറ്റൊന്നുമില്ല. 20% മുസ്ലിങ്ങളുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ചോദിക്കും എന്താണ് ഈ മുസ്ലിങ്ങൾ കാര്യം നിങ്ങൾ പറഞ്ഞത്? പക്ഷെ അവരുടെ കാര്യം പറയണ്ടേ, പറയാൻ ആളില്ലെന്തേ ഈ പറയുന്നതല്ലാതെ. അതിൽ 99.9% കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണിക്കാണ്.
ആസാമിലേക്ക് വേണ്ടത്ര ഒരു സുസജ്ജ തയ്യാറെടുപ്പില്ലാത്ത വേണ്ട ആസാമിലേക്ക് BJP കൊണ്ടുപോയി. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഉപേക്ഷിച്ചായിരുന്നു പറഞ്ഞില്ല, ഒറ്റപ്പെടുത്തിയവരും. അങ്ങനെ ഒറ്റപ്പെടുത്താതെ രണ്ട് കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണി, അത് എൻ്റെ പൂർവിക ചെയ്ത സംഭവം ഉണ്ടല്ലോ, വളരെ വ്യക്തമല്ലേ. ജയപ്രകാശ് നാരായൺജി ചെയ്ത സംഭവം ഉണ്ട്, അതിൻ്റെ മാതൃകയായിട്ട് എടുക്കാം. ഇൻവേർഷൻ ആൻഡ് ഇമിറ്റേഷൻ ആർ ടു ലെഗ്സ് എന്നാണ്, തള്ളിക്കളയും അനുകരണവും. അതാണ് രണ്ട് കാൽപാതകൾ. അപ്പോൾ നിങ്ങൾക്ക് അനുകരിക്കാമല്ലോ. അത് എന്താണ് അനുകരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ രണ്ട് പോയിന്റ് തന്നെ. ഞാൻ കോൺഗ്രസ് നേതാക്കൾ, ഞാൻ നിങ്ങളിപ്പോൾ UDFന് പിന്തുണ കൊടുക്കോടുകൂടി നമുക്ക് കൂടുതൽ ഉത്സാഹത്തായി. കാരണം UDF ജയിച്ചിരിക്കേണ്ട വലിയ ബാധ്യത, കൂടുതൽ ഉത്സാഹത്തിൽ മറ്റുള്ള പോലെ തന്നെ ഞങ്ങൾക്ക് മതി. അതുകൊണ്ട് പറയാണ്, അത് അദ്ദേഹം എന്താ പറഞ്ഞത്, ഇങ്ങനെ ഒരു പ്രസ്ഥാനം രൂപീകരിച്ചാൽ അന്ന് അദ്ദേഹം മുന്നണിയല്ല, ഒരു പാർട്ടിയാണ്, ഇന്ത്യയുടെ പാർട്ടിയാണ്, അതിന് ഞാൻ ഒരു സ്ഥാനവും വഹിക്കില്ല, ഞാൻ നിഷ്പക്ഷമായിട്ട്. മറ്റൊന്ന്, കോൺഗ്രസ് ഒഴിച്ചുള്ള എല്ലാവരും ഇതിനകത്തുണ്ടായിരിക്കും. ആ രണ്ട് പോയിന്റ് വാക്ക് പാലിച്ചു. മൊറാർജി ദേശായി ആദ്യമായിട്ട് പ്രധാനമന്ത്രിയാക്കി, കുറേ വർഷം ഓടി. അതിനുശേഷം പിന്നെ സവർണ ഫാസിസ്റ്റുകൾ സമ്മതിക്കില്ല, അങ്ങനെയുള്ള പ്രസ്ഥാനത്തെ തകർത്ത് കളയുക. അപ്പോൾ ആ ഒരു പോളിസി എന്തുകൊണ്ട് നമ്മുടെ കോൺഗ്രസ് നേതാക്കളും ഇന്ത്യ മുന്നണി എടുക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടമുണ്ട് കാര്യത്തിൽ. കാരണം അന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് വളരെ ശക്തമാണ് ഇന്ന് സംഘപരിവാർ. ആ സംഘപരിവാറിനെ താഴെ ഇറക്കുമോ അല്ലെങ്കിൽ അധികം മാറ്റുമ്പോൾ അത്ര ഈസിയല്ല. നമ്മൾ വനിതാ ബില്ല് കൊണ്ടുവന്നു, പുഷ്പം പോലെ ചുട്ടെടുത്ത്, ഇപ്പോൾ വന്ദേ ഭാരത് കൊണ്ടുവന്നു ചുട്ടെടുത്ത്, അങ്ങനെ ഓരോന്നും ചുട്ടെടുക്കാനുള്ള ചില തയ്യാറെടുപ്പുണ്ട് അവർക്ക്. കോൺഗ്രസ് അത്രയും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള കോൺഗ്രസിനേക്കാൾ ശക്തരായ ഒരു പ്രസ്ഥാനത്തെ നമ്മൾ എതിർക്കുമ്പോൾ എല്ലാവരും കിട്ടും. ആ ഒരു BJP ഒഴിച്ചുള്ള എല്ലാ പ്രസ്ഥാനത്തെയും ചേർക്കണം. BJPയിൽ നിൽക്കുന്ന മുന്നണികളെ ക്ഷണിക്കണം, വരാനും ചേർക്കണം, അല്ലെങ്കിൽ പോട്ടെ, ക്ഷണിക്കാൻ BJP എല്ലാവരും ക്ഷണിക്കണം. അങ്ങനെ മുന്നോട്ട് പോകേണ്ടതാണ്. എന്തേ നമ്മുടെ കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലാകാത്തത്? എന്തേ CP ജോണിനൊക്കെ മനസ്സിലാകാത്തത്? എന്തേ നമ്മുടെ ജോസഫ് സാറിനൊക്കെ മനസ്സിലാക്കാത്തത്? എന്തേ അൻവറിന് മനസ്സിലാക്കാത്തത്? നിങ്ങളിതൊക്കെ പറയണ്ടേ കോൺഗ്രസ് നേതൃത്വത്തോട്? ഇതാണ് സംഗതി. ഇത് മുൻപ് നമ്മൾ കിട്ടായിട്ട് എന്താ നിങ്ങൾക്കൊക്കെ ഒരു MLA കിട്ടി, കൂടി ഒന്ന് മന്ത്രി കിട്ടിയ നിങ്ങൾ തൃപ്തിയായി. ബട്ട് ഞങ്ങൾ തൃപ്തിയാവില്ല. ഞങ്ങളൊരു MLA സ്ഥാനോ മന്ത്രി കിട്ടി ഞങ്ങൾ തൃപ്തിയാക്കണമെങ്കിൽ മറ്റു ചില കാര്യങ്ങളല്ല. അപ്പോൾ തോട്ടം പറയത്തില്ല, അത് പിന്നെ പറയാം. അത് നിങ്ങളിതേ പറയാത്ത കോൺഗ്രസ് നേതൃത്വത്തോട്, ഈ ഗാർഗിയോടും രാഹുൽജിയോടൊക്കെ പറയാത്തതാ, പ്രിയങ്കയോടൊക്കെ, സതീശൻജിക്കോട് പറയാത്തതാ. സതീശൻജിക്ക് അറിയില്ലേ? അതെന്താ അൻവർജി എങ്ങനെ നിങ്ങൾ പറയണത്? അത് നിങ്ങൾക്കത് സ്റ്റഡി ചെയ്തല്ലേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ സ്റ്റഡി ചെയ്യണം. ചരിത്രം പഠിക്കാത്ത ഒരിക്കലും ചരിത്രം സൃഷ്ടിക്കില്ല സർ. നിങ്ങൾ ചരിത്രം പഠിക്കണം. ഞങ്ങൾ കഴിഞ്ഞ 60 വർഷക്കാലമായിട്ട് പഠിച്ചുകൊണ്ട് ചരിത്രവും സയൻസും ബയോളജിയും ഒക്കെയാണ്. ആ നിലയ്ക്ക് കിട്ടി ഞങ്ങളുടെ ഗ്രൂപ്പ് ഇന്ത്യയും കൂടി ചേർന്നാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നത്. അതാണ് ഈ കണക്കുകൾ പറഞ്ഞത്. ജയശങ്കർ വക്കീൽ വരട്ടുന്ന സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ കൊച്ചാക്ക് സ്വഭാവമുണ്ട്. ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒന്നായി എന്തൊന്നാകുന്നടോ? അങ്ങനെ ആകുന്ന പ്രശ്നമില്ലെന്നേ. നിങ്ങൾ അതിനുവേണ്ടി മഞ്ഞുകൊള്ളണ്ട. കേരള കൗമുദിക്ക് എന്ത് അലിയൻസ് അടിക്കാനൊന്നും കേരള ജനത അങ്ങനെ ആവില്ല. അവർ സത്യസന്ധമായിട്ട് പോകും. ഇപ്പോൾ തുളസി സിനിമാ നടൻ തുളസിയില്ലേ, കൊല്ലം തുളസി, ആ തുളസിയുടെ ഒരു പ്രസ്ഥാനം നിങ്ങൾ കാണിച്ചില്ലേ? അവിടെ ഭാരതപ്പുഴയിൽ ആ പരിപാടിക്ക് പോയിരുന്നു, മാമകത്ത്. അത് പോയപ്പോൾ സന്യാസിമാർ പറഞ്ഞതല്ല ശരി. അവിടെ മുസ്ലിം സമുദായം ഇപ്പോൾ മറ്റെല്ലാ എല്ലാ സമുദായങ്ങളും വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. കൊല്ലം തുളസി പറഞ്ഞപ്പോൾ കുറച്ച് പുറത്തു വന്നു. മൊയ്തീൻ ഷാ അത് പുറത്ത് വരില്ല അവരും. എൻ്റെ കിടപ്പ് അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തോട് നിങ്ങൾ സ്നേഹപൂർവ്വം, അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇല്ലെന്നല്ല എങ്കിലും അത് ഒന്നുകൂടി പറഞ്ഞ് BJP ഒഴിച്ചുള്ള എല്ലാവരും ഒരു മുന്നണി നിർത്തിയിട്ട് മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ ഈ കൊള്ളക്കും ഈ അനാചാരത്തിനും അനീതിക്കും ഫാസിസമൊക്കെ ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ ഇന്ത്യ മഹാരാജ അമേരിക്ക തീർ ചെയ്ത് കൊടുക്കുകയാണ്. പണ്ട് കാലത്ത് അമേരിക്ക അവിടെ നിന്നാണ് ഇന്ത്യ ഭരിച്ചെങ്കിൽ, ഇന്ന് ഇവിടെ നിന്നാണ് ബ്രിട്ടൻ ഭരിച്ചെങ്കിൽ ബ്രിട്ടൻ അമേരിക്ക അവിടെ നിന്നുകൊണ്ട് റിമോട്ട് കൺട്രോൾ നമ്മൾ നിയന്ത്രിക്കുകയാണ്. ഒറ്റ ഉദാഹരണമല്ല, 8 കോടിയോളം കുടുംബങ്ങളാണ് പശുവിനെ കടന്ന് ഉപജീവനമാർഗം, കൃഷിയും കന്നുകാലി വളർത്താനുള്ള ഇന്ത്യയിൽ 2 ജോലികൾ. ആ 8 കോടി 240 കോടി ആൾക്കാർ എന്നല്ല
മൂന്നിലൊന്ന് 3-12 135 മൂന്നിലൊന്ന് ആൾക്കാർ ജീവിക്കുന്നത് ഈ കന്നുകാലി ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു കൃഷിയാണ്. അതാണ് അമേരിക്ക ഇപ്പോൾ ഇവിടെ കൊണ്ട് ഇറക്കുമതി ചെയ്യാൻ പോണത്. അവിടെ എല്ലൊക്കെ കൊടുത്താണ് ഇപ്പോൾ ഇതുണ്ടാക്കുന്നത്, പാലുണ്ടാക്കുന്നത്, ഉൽപ്പാദനം കൂടുതൽ. അത് എല്ലോ ഉൽപ്പുണ്ടാകുന്ന അതൊന്നും വാസ്തവം പറഞ്ഞാൽ ശരിക്ക് വെജല്ല. ശരിക്കും വെജ് എന്ന് പറഞ്ഞാൽ മുട്ട പോലും ശരിക്കും വെജല്ല, പാൽ പോലും വെജല്ല എന്നാ പറഞ്ഞത്. പാൽ പോലും കഴിക്കാത്ത ശരിക്കും വെജുകാരുണ്ട്, അവർ മുട്ട പോലും കഴിക്കില്ല. ഇവിടുത്തെ നമ്മൾ പറഞ്ഞ വെജൊക്കെ മുട്ട കഴിക്കാം, പാലും കഴിക്കാം, മറ്റേ ഇറച്ചി കഴിക്കാമല്ലോ, ഒരു ചിക്കൻ വരെ കഴിക്കാതെ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ കോയാസ് എന്നൊരു ചന്ദനത്തിരി ശബരിമലക്ക് ഉണ്ടായിപ്പോൾ കോയ എന്ന പേരിലാണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞ സംഘപരിവാർ അമേരിക്കയിലെ എല്ല് ഉൾപ്പെടെ നോൺ വെജ് ആഹാരം കൊടുക്കുന്ന പശുവിൻ്റെ പിന്നെ പാലും ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാനൊക്കെ എതിർക്കാത്തത്? നിങ്ങളുടെ നേതാവ് തന്നെയല്ലേ അത് പാസ്സാക്കി കൊടുത്താണ്. അപ്പം അതൊക്കെയാണ് കടുക് ചോദിച്ച് കാണും, നാളികേരം ചോദിച്ച് കാണില്ല എന്നല്ലേ. കോയാസിൻ്റെ ചന്ദനത്തിരി അല്ലെങ്കിൽ ഊതി കൊടുത്തു എന്ന് പറയുന്നതല്ലേ ഭക്ഷണത്തിൽ തുപ്പിക്കൊടുത്തു പറയുന്നതൊക്കെ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധമായ നടത്തുള്ള വാക്കിന് അതൊക്കെ എതിർക്കുക. നിങ്ങളിൻ്റെ ഇത് എതിർക്കാത്തത്. അപ്പം നിങ്ങളിലെയൊക്കെ ലക്ഷ്യം ആളാകണം, സമ്പത്തുണ്ടാകണം എന്നല്ലാതെ മതപരമായ അഭിപ്രായമോ അല്ലെങ്കിൽ ദൈവപ്രയമോ ഒന്നുമല്ല. അതൊക്കെ മാറ്റി തിരുത്തി മുന്നോട്ട് പോകണമെന്നും കോൺഗ്രസ്സുകാരോട് UDF മുന്നോട്ട് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ഒരു അലസതയോ അല്ലെങ്കിൽ അമിതമായ പ്രതീക്ഷ പാടില്ല. കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുക, വോട്ട് ചെയ്യിക്കുക, വോട്ട് എണ്ണി റിസൾട്ട് പ്രഖ്യാപിക്കുക. റിസൾട്ട് പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി സ്ഥാനം കയ്യിൽ കൊടുക്കുന്നവർ നിങ്ങൾ ഉറക്കൊഴിയത് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കണം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.